Hey guys, welcome back to our channel. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എടി ചേച്ചി, നീ എന്താ ഇവിടെ? അയറിന്റെ സ്കൂളിൽ നാളെ പ്രോഗ്രാം അല്ലേ, സോ ഇന്നൊരു മീറ്റിംഗിന് വിളിച്ചായിരുന്നു. അതിനു വേണ്ടി പോയിട്ട് വരുവാ. ഓ അത് ശരി. അല്ല, എന്താ ഇങ്ങോട്ടേക്കൊക്കെ? എന്റെ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലേ? അങ്ങനൊന്നുമില്ല, എന്നാലും ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് വന്നല്ലോ, അതാ ചോദിച്ചേ. ചില നേരത്തേക്ക് മുന്നറിയിപ്പ് ഇല്ലാതെ വരുമ്പോഴാ പല കാര്യങ്ങൾ അറിയാൻ പറ്റുന്നേ. ഗൗതമിന്റെ ചേച്ചിയെങ്ങാനും ഗൗതം എന്നെ എടുത്ത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവോ? എന്തിനെന്ത് സംശയം? എന്തായാലും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഇപ്പൊ എങ്ങനെ പറഞ്ഞേ? തമ്പുരു, ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കല്ലേ, വേഗം മുങ്ങിക്കോ, അതാ നിനക്ക് നല്ലത്. ഗൗതം, എന്നാ ഞാൻ പോട്ടെട്ടോ, പിന്നെ കാണാം. എന്തേ പേടിച്ചോ? പിന്നെ പേടിക്കാതെ ഞാൻ പോവാ, നീ സംസാരിച്ചിട്ട് വാ. അതൊന്നും എവിടെയും പോണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ നിക്ക്. ഇവിടെ നിന്റെ ചേച്ചി നിക്കുന്നേ, അത് നീ മറക്കണ്ട. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഇവിടെ തന്നെ നിക്കാനേ, എങ്ങും പോണ്ട, ഇവിടെ നിക്ക്. ഗൗതം കളിക്കല്ലേ, ഞാൻ പോവാ. നിക്കടി പെണ്ണേ. നിന്റെ ചേച്ചി നോക്കുന്ന കണ്ടില്ലേ? പിന്നെ കണ്ണുണ്ടെങ്കിൽ നോക്കൂലേ? ഏത് നേരത്തെ തമാശ കളിക്കണമെന്ന് ഒരു ബോധമില്ലാത്തവൻ. അവന്റെ ചേച്ചിനെ നോട്ടം കാണുമ്പോ തന്നെ ഞാനങ്ങ് ഇല്ലാണ്ടാവാ. ഗൗതം, പിന്നെന്താടി ചേച്ചി? എന്തെങ്ങനെ നോക്കുന്നേ? അല്ല, ആരേത്? എന്തേ കണ്ടിട്ട് മനസ്സിലായില്ലേ? മനസ്സിലായ ചോദിക്കോ? അല്ല, ഇയാള് സംസാരിക്കല്ലേ? പിന്നെ ഇത്ര നേരം സംസാരിച്ചത് കേട്ടില്ലേ? അതല്ല, എന്നോടെന്താ സംസാരിക്കാത്തേന്ന്? നീ എന്തെങ്കിലും ചോദിക്കേ, അപ്പോഴല്ലേ സംസാരിക്കോ? ഓ, അപ്പൊ അങ്ങനെ ഞാനായിട്ട് ചോദിച്ചാലേ സംസാരിക്കത്തുള്ളൂ അല്ലേ? അയ്യോ ചേച്ചി, അങ്ങനൊന്നുമില്ല. അത് പിന്നെ അപ്പൊ സംസാരിക്കാൻ അറിയാം. അല്ല, ആരേവൻ? അത് പിന്നെ ചേച്ചിയുടെ അനിയൻ. സബാഷ്. കണ്ടോ, എന്റെ ചേച്ചി നല്ല ദേഷ്യത്തിലാ. ചേച്ചിക്ക് എന്തോ മനസ്സിലായെന്ന് തോന്നുന്നേ. മുരയ്ക്ക് കൈയെടുക്കേ. എടി പെണ്ണ്, നീ ഇപ്പൊ നിന്നെ പേടിക്കുന്നേ? അതെ, എന്റെ ചേച്ചിയാ, അല്ലാതെ വല്ല ഡ്രാഗുളൊന്നും അല്ല എങ്ങനെ പേടിക്കാൻ മാത്രം. അവൻ എന്റെ അനിയനാന്ന് എനിക്ക് ജനിച്ചപ്പോ തന്നെ അറിയാലോ. ഞാന് അതല്ല ചോദിച്ചേ, അവൻ നിന്റെ ആരാന്നാ ചോദിച്ചേ. അത് പിന്നെ ചേച്ചി, ചേട്ടനോ? അല്ല, എന്റെ ചേച്ചിയോ? അല്ല, എന്റെ ചേച്ചിന്റെ കൂടെ പഠിക്കുന്ന ഏട്ടായി. എങ്ങനെങ്കിലും ആ വാഗുണ്ടെന്ന് ഏട്ടായിന്ന് കേട്ടല്ലോ. ഓ, അപ്പൊ എന്റെ ചേച്ചിന്റെ കൂടെ പഠിക്കുന്ന ഏട്ടൻ അല്ലേ? അതെ. അല്ല, അപ്പൊ നിന്റെ ആരാ? അത് പിന്നെ ചോദിച്ചു കേട്ടില്ലേ, അവൻ നിന്റെ ആരാണ്? അത് പിന്നെ ചേച്ചി, ഇത് ചിന്നു, മതി കളിച്ചത്. അവളാകെ ഇപ്പൊ തന്നെ ടെൻഷനായി, വീട്ടാ ഇപ്പൊ തന്നെ കരയെന്ന് തോന്നുന്നേ. അയ്യേ, എന്റെ അനിയന്റെ പെണ്ണ് ഇത്രയും തട്ടാവാടിയായിരുന്നോ? എടി കൊച്ചു കള്ളി, കണ്ടുപിടിച്ചല്ലേ? പിന്നെ അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഞാൻ എന്തായാലും ഒരു ദിവസം കണ്ടുപിടിക്കുന്നേ. ഇപ്പൊ എന്തേ പറഞ്ഞപ്പോ തന്നെ കണ്ടുപിടിച്ചില്ലേ? എന്താ കാന്താരി? അല്ല, ഞാൻ സങ്കല്പിച്ച കാന്താരി ഇങ്ങനൊന്നും അല്ലല്ലോ. ഞാൻ കരുതി ഗോതമ്പിന്റെ കാന്താരി എന്നൊക്കെ പറയുമ്പോ അത്യാവശ്യം ധൈര്യമുള്ള കക്ഷിയാണോ. ഇതിപ്പോ ഇത്ര തട്ടാവാടിയാന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലേട്ടോ. അയ്യോ ചേച്ചി, അത് പിന്നെ എടാ, ഇനി പേടിക്കുന്നെന്തിനാ? ഞാൻ സീരിയസ് ആക്കി എടുക്കുന്ന വിചാരിച്ചിട്ടാണോ? അല്ല, അപ്പൊ ഇവൻ എന്നെ പറ്റി അത്രയ്ക്കും ഭീകരമായിട്ടാണോ പറഞ്ഞു വെച്ചിരിക്കുന്നേ? ദേ, അവൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ വിശ്വസിക്കാൻ നിൽക്കരുത് കേട്ടോ. ഞാനേ ഒരു പാവാ, പഞ്ചപാവം. എന്നിട്ടും എന്നെ ഇട്ടിട്ട് നിന്റെ ഗോതമ്പ് എത്ര വട്ടം തിരിപ്പിച്ചെന്നറിയോ? ഞാൻ ആരാന്ന് അറിയാൻ വേണ്ടി എത്ര അവന്റെ കയ്യോ കാലോ പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് പോലും അവനൊരു വാക്ക് പോലും പറഞ്ഞില്ല, ദുഷ്ടൻ. അപ്പൊ നീ എന്റെ ചേച്ചിക്ക് എല്ലാം അവക്കറിയാം, പക്ഷേ ആളാരാന്ന് മാത്രം അറിയാഞ്ഞേ. അതും അവളെന്നെ കണ്ടുപിടിച്ച്. എന്നാൽ എന്റെ കാന്താരിയെ നിന്നൊന്ന് കണ്ടെത്താനേ ഞാൻ ഒരുപാട് പെടാപ്പാട് പെട്ടു. എന്നിരുന്നാലും ഇത്രയൊക്കെ പാടുപെട്ടതേ എന്തായാലും
കണ്ടുപിടിച്ചേ പറ്റോ? വീണേച്ചി, അല്ല ഇവളെന്താ ഓടി കതിച്ച് വന്നേക്കുന്നേ? എന്തായിരിക്കും? ഓ, വേറെ എന്താവൻ? ഇവള് മണിക്കുട്ടിനെ നോക്കിയിട്ടുണ്ടാവും, അവൻ മൈൻഡ് ആക്കിയിട്ടുണ്ടാവില്ല. ഇതന്നെയല്ലേ, ഈ ഒരു കാര്യത്തിനല്ലേ എന്നെ ഇത്രയും ദിവസം തേടി വന്നേ? അപ്പം അതന്നെയായിരിക്കും. കീർത്തി കുറച്ച് മുന്നപ്പടി പറഞ്ഞതേ ഉള്ളൂ ഇനി ഇവരെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന്. ഇനി മണിക്കുട്ടിന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാതെ ഞാൻ വെറുതെ എന്തിനാ ഇവളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നേ? അവര് തമ്മിലുള്ളത് അവർ തീർത്തോളും. ഇനി ഞാൻ ഇവരെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നില്ല. പറ വൈക, എന്താ? ചേച്ചി, അത് പിന്നെ നിന്റെ മണിക്കുട്ടിന്റെ കാര്യമാണെങ്കിൽ ദയവ് ചെയ്ത് ഇനി ആ കാര്യമായിട്ട് എന്റെ അടുത്തോട്ട് വരണ്ട. നീയായി നിന്റെ മണിക്കുട്ടനായി നിങ്ങളുടെ കാര്യത്തില് എന്നെ വെറുതെ പിടിച്ചു വലിച്ചിടല്ലേ. അയ്യോ ചേച്ചി, അതൊന്നല്ല. അതൊക്കെ ഞാൻ എപ്പോഴേ വിട്ട കേസാ. ഞാൻ എന്തായാലും അവന്റെ വയത്തല പോയിട്ടൊന്നും ഒരു കാര്യമില്ല. അവന്റെ മനസ്സിൽ ഇപ്പോഴും അത് പിന്നെ ഞാൻ അവരിട്ടെറിഞ്ഞു പോയില്ലേ, ആ ദേഷ്യം ഇപ്പോഴും മനസ്സിലുണ്ട്. അതാ നേരെ ചോദിണ്ടാത്തെ. ഞാനിപ്പോ അതിന് വേണ്ടി ഒന്നൊന്നല്ല, ചേച്ചിനോട് വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. വേറെന്ത് കാര്യം? അത് പിന്നെ ആ വിയാൻ ചേട്ടൻ എന്തേ? വിയാനോ? അല്ല, എന്തിനാ അവനെ തേടുന്നേ? അത് പിന്നെ ഒരു കാര്യമുണ്ട് ചേച്ചി, പറ. വിയാൻ ചേട്ടനോടെ അവനെ ഫുഡ് കഴിച്ചിട്ട് കൈ കഴുകാനിട്ട് പോയതാ. എന്തേ, എന്ത് പറ്റി? ഹേയ്, ഒന്നുമില്ല. ചേച്ചി ഒരു കാര്യം ചെയ്യോ, ആ ചേട്ടനൊന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറയോ? വിളിക്കാനോ? നോക്ക്, എന്റെ ഫോണ് ക്ലാസ് റൂമിലാ, ചാർജ് ഇല്ലാഞ്ഞിട്ട് കുത്തിയിട്ടേക്കുവാ. ഓ, ഇപ്പൊ ആ ചേട്ടനെ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അല്ല, ഇവളെന്തിനാ ഇത്രയ്ക്ക് തിരക്കിട്ടിട്ട് അവനെ തേടുന്നേ? എന്തോ ആയിരിക്കും. ഈ ഇടയായിട്ട് ഇവർ രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഇനി ഇവളായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഷോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അല്ല, ആ ചേട്ടനി എപ്പോഴാ വരാ? കൈ കഴുകാൻ വാഷ്റൂമിലേക്കല്ലേ പോയേക്കുന്നേ? പോയിട്ട് ഇപ്പൊ വരും, അല്ലാണ്ട് അങ്ങോട്ട് പോരാ? ഓ, ഓക്കെ ഓക്കെ, എന്നാ ഞാൻ പോയി കണ്ടോളാം. അല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറ. കണ്ടിട്ട് എന്തോ പ്രശ്നമുള്ള പോലെ ഉണ്ടല്ലോ. എന്തോ കാര്യം? അത് പിന്നെ പ്രശ്നമൊന്നുമില്ല. അതൊരു കാര്യം ചോദിക്കാനാ, അതുകൊണ്ടാ. ഞാനെന്നാ പോട്ടെട്ടോ. ആയിക്കോട്ടെ. എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. എന്തെങ്കിലും ആവട്ടെ, ഞാനെന്തിനാ അതൊക്കെ നോക്കുന്നേ? അല്ലെങ്കിൽ തന്നെ അവനെ കാരണം ക്ലാസ്സിൽ ഫുള്ളും ചീത്തപ്പേരാ. ഇനിയിപ്പോ ഇതും കൂടെ അന്വേഷിക്കാൻ നിന്നാ തീർന്നു ഞാനേ. അവനായി അവരെന്തെങ്കിലും ആയിക്കോട്ടെ, ഞാനെന്തിനാ അതൊക്കെ അന്വേഷിക്കാൻ പോകുന്നേ? ഇനിയും അവളിവിടെ കാത്തുനിന്നിട്ട് ഒരു കാര്യമില്ല. ലൈബ്രറിയിലേക്ക് തന്നെ ഒന്ന് പോയി നോക്കാം. അല്ല, താഴത്താകുമ്പം പഴയ ലൈബ്രറിയിലായിരിക്കത്തില്ലേ? അവിടെ ഇപ്പൊ ആരെങ്കിലും പോകാനുണ്ടാവോ? ഈ പെണ്ണിന് ഇത് എന്തിന്റെ കേടാണോ? എന്തായാലും അവിടേക്കാന്നല്ലേ പറഞ്ഞേ, അവിടെ പോയി നോക്കാം. ഇപ്പൊ പേടിയൊക്കെ മാറിയോ? നിന്നെ കാണുന്ന മുന്നേ വരെ ഞാൻ എന്താ വിചാരിച്ചെന്നറിയോ? കാന്താരി ആളൊരു പൊട്ടിത്തെറിയാന്നും ഭയങ്കര കലിപ്പത്തിയാന്നും. കാരണം ഇവൻ അങ്ങനെയല്ലേ, അപ്പൊ പിന്നെ അവന്റെ പെണ്ണും അങ്ങനെയൊക്കെ ആയിരിക്കുന്ന മനസ്സിൽ കണക്ക് കൂട്ടിയേ. ഇവിടെ വന്ന് കണ്ടപ്പോഴല്ലേ അറിയുന്നേ ആളൊരു വീണ്ടാപ്പൂച്ചയാന്ന്. അല്ല, ഇവിടെ മാത്രമാണോ അങ്ങനെ, അതോ വീട്ടിലെങ്ങനെ തന്നെയാണോ? ആര് വീണ്ടാപ്പൂച്ചയോ? ഇവളോ? അതെ, ആദ്യായിട്ടല്ലേ കാണുന്നേ. അതിന്റെ ഒരു നാണമൊക്കെയാ. പിന്നെ താനെ ശരിയായിക്കോളും, അല്ലേ കാന്താരി? ഗൗതം, അല്ല വീട്ടിലാരൊക്കെയുള്ളേ? അത് ഞാന്, അമ്മ, അച്ഛൻ, ചേച്ചി, പിന്നെ അനിയൻ. ഓ, അത് ശരി. അല്ല, ഞാൻ കാന്താരിനെ മുൻപ് എവിടെയോ വെച്ച് കണ്ട പോലെ, പക്ഷെ എവിടെയാന്ന് എനിക്ക് മനസ്സിലാവാത്തെ. ഇനിയിപ്പോ കണ്ടതാണോ അല്ലെങ്കിൽ എന്റെ തോന്നലാണോന്നൊരു സംശയം. എടി, അത് നിന്റെ തോന്നലൊന്നുമല്ല. നീ ഒരു വട്ടല്ല എത്രയോ വട്ടം കണ്ടിട്ടുണ്ട്. ശരിക്കും? അതെ ചിന്നു ചേച്ചി, ചേച്ചിന്റെ ബേബി ഷവറിനൊക്കെ ഞാൻ വന്നിട്ടുണ്ടായി. എന്റെ ബേബി ഷവറിനോ? ശരിക്കും? സത്യമാണോ പറയുന്നേ? അതെ ചേച്ചി, ഞാനും അച്ഛനും അമ്മയും എല്ലാരും ഞങ്ങൾ ഫാമിലി അടക്കം വന്നേ. എന്തേടി, നിനക്ക് കണ്ടിട്ട് പിടുത്തം കിട്ടുന്നില്ലേ? ഇല്ലടാ, ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ നല്ല കണ്ടുപരിചയമുള്ളതാ. പക്ഷെ എവിടുന്ന് എപ്പോഴാന്നോ മനസ്സിലാവാത്തെ. ബേബി ഷവറിന് കണ്ട ഓർമ്മ. ചേച്ചിക്ക് ഓർത്തെടുക്കാൻ ഞാനൊരു ക്ലൂ തരാം. ആഹാ, ക്ലൂവോ? എന്നാ പറ നോക്കട്ടെ. ചേച്ചിക്ക് അഞ്ജലിനെ അറിയോ? അഞ്ജലിയോ? അല്ല, നിങ്ങൾ ക്ലാസ് പഠിക്കുന്നതാണോ? ഹേയ്, അല്ല, ചേച്ചിന്റെ കൂടെ പഠിച്ച അഞ്ജലി. എന്റെ കൂടെ അഞ്ജലി സുമേഷ്. ഇപ്പൊ മനസ്സിലായോ? അഞ്ജലി അല്ല, അഞ്ജന്റെ. പറയുമ്പോൾ തന്നെ അഞ്ജന്റെ കൂടെ അല്ലേ നിന്നെ ഞാൻ കണ്ടിട്ടുള്ളത്? അതെ, അഞ്ജലിന്റെ ചേച്ചിന്റെ മോളാ. അതായത് എന്റെ ചെറിയ അഞ്ജലി. എടാ പൊന്നെ, സോറി ട്ടോ, ചെറുപ്പത്തിൽ കണ്ടതല്ലേ, അതാ എനിക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടാഞ്ഞേ. സോറിയേ. അയ്യോ, അതൊന്നും സാരില്ല ചേച്ചി, ചേച്ചിക്ക് ഓർമ്മ
അറിവില്ലാഞ്ഞിട്ടല്ലേ? അമ്പടി കള്ളി, അപ്പൊ നീയായിരുന്നല്ലേ? എന്തേ ഇപ്പൊ കൺഫ്യൂഷനൊക്കെ അങ്ങ് ക്ലിയർ ആയോ? പിന്നെ ഇപ്പം എല്ലാം ക്ലിയർ ആയി. കണ്ടപ്പോ മുതൽ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു, എവിടെയോ മുൻപ് കണ്ടിട്ടുണ്ടല്ലോന്ന്. പക്ഷേ ഇങ്ങനെ കണ്ട കാര്യം ഞാൻ മറന്നു തന്നെ പോയെന്നേ. മതി മതി, ഇങ്ങനെ കഥയിട്ട് ഇവിടെ ഇരിക്കാനാണോ പ്ലാന്? വേഗം ജ്യൂസ് കുടിച്ചിട്ട് പോ നോക്ക്. നാത്തൂനെ പിന്നീടും കാണാലോ. ആശോ സംസാരിച്ചെന്നാല് നേരം പോയതെന്ന് അറിഞ്ഞില്ല. അല്ല നിനക്ക് ക്ലാസ് അല്ലേ? ഇപ്പൊ IT പീരീഡാ. കുഴപ്പമില്ല, എന്റെ ഫ്രണ്ട്സ് ഉണ്ടാവും, അവര് മാനേജ് ചെയ്തോളും. ആഹാ, ഇവന്റെ കൂടെ കൂടി കൂടി നീ ക്ലാസ് ഒക്കെ കട്ടാക്കാൻ പഠിച്ചോ? ചെറുതായിട്ട്. അത് ശരി. അല്ല ഇവനെന്താ ഇങ്ങനെ നടുക്ക് കയറി നിൽക്കുന്നേ? ബാക്കിയുള്ളവർക്കൊന്നും പോണ്ടേ? എന്തെങ്ങനെ വഴിക്ക് നിൽക്കുന്നേ? മാറ്. എന്താ രുദ്ര ഇപ്പൊ കണ്ടിട്ട് മൈൻഡിനല്ലോ? എന്തേ എന്ത് പറ്റി? നിന്നെ മൈൻഡാക്കുന്നേ? നിന്നെ മൈൻഡാക്കാൻ നീ എന്താ ആരാ? ദേ രാജു, മര്യാദയ്ക്ക് വഴിന്ന് മാറിക്കോ. എപ്പോഴും കളിക്കാൻ പോലെ എന്റെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ ദേഷ്യം പിടിച്ച് നിൽക്കുവാ. അപ്പഴാ മര്യാദയ്ക്ക് മാറിക്കോ. എടി ഉണ്ണിമോളെ, പറഞ്ഞിട്ടാണ്ട് ഒരു ചവിട്ടങ്ങ് കൊടുക്കേ, തന്നെ തന്നെ മാറിക്കോളും. ഇങ്ങനെ പിണങ്ങിയാൽ എങ്ങനെ രുദ്ര? എന്തേ ചേട്ടനോട് അതിൽ ദേഷ്യമുണ്ടോ? ദേ രാജു, മാറി നിന്നോ. എനിക്ക് ദേഷ്യം വന്നിട്ടില്ല. എങ്ങനെ ദേഷ്യപ്പെടാതെ ചക്കരെ? എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ രുദ്രന്റെ മേലെ തന്നെ കൈ വെക്കോ. ഈ കൊയ്യുള്ളതുകൊണ്ടല്ലേ. പ്ലീസ് എന്നൊക്കെ ഉണ്ടല്ലോ. ഋഷി 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 വേണ്ട ഋഷി, വിട്ടേക്ക്. ഇനി അവളുള്ള ഭാഗത്തേക്ക് പോലും ഞാൻ പോകത്തില്ല. പ്ലീസ് ഇങ്ങനെ പിടിച്ചു വെക്കാൻ നീ ഉള്ളോടത്തോളം വഴക്കിടാനൊന്നും പോകത്തില്ല. പോരെ? ഈ ഫ്ലോയും എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടെന്നേ. ശരിക്കും പിന്നെ എന്റെ പേര് വെച്ച് ആരും തല്ലുണ്ടാക്കണത് എനിക്കിഷ്ടല്ല. അതാ ഇതൊക്കെ എന്റെ ഒരു കടമയായിട്ട് ഞാൻ കാണുന്നേ. അതിന് നീ വിടണ്ടേ? ഇല്ല, തൽക്കാലം വിടുന്നില്ല. ഇനിയിപ്പോ ഞാൻ വിട്ട് നീ വീണ്ടും പോയി അവരോട് തല്ലുണ്ടാക്കിയല്ലോ. അതോണ്ടേ നിന്റെ ക്ലാസ് വരെ ഞാൻ ഇങ്ങനെ തന്നെ കൊണ്ടാക്കുന്നുള്ളൂ. എന്താ നോക്കുന്നേ? നടക്ക്. എങ്ങോട്ട്? നേരെ അങ്ങോട്ട്, നിന്റെ ക്ലാസ്സിലേക്ക് തന്നെ. അത് കുറച്ച് അടുത്തായില്ലേ? കുറച്ച് ലോങ്